രാജ്യത്തെ പല വിപണികളിലും ഇപ്പോൾ തന്നെ ബസ്മതി അരി വിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ബസ്മതി അരിയുടെ വില കഴിഞ്ഞ 2 ദിവസങ്ങളായി ക്വിന്റലിന് 200 രൂപ മുതൽ 300 രൂപ വരെ കുറഞ്ഞു. വൻകിട കയറ്റുമതിക്കാർ ബസ്മതി അരി വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. കൂടാതെ കയറ്റി അയച്ച ബസ്മതി അരിയുടെ പണം ലഭിക്കുന്നതിലും കാലതാമസം നേരിട്ടേക്കും. ഇൻഷുറൻസ് കമ്പനികൾ ഇറാനിലേക്കുള്ള കയറ്റുമതിക്ക് ഇൻഷുറൻസ് നൽകുന്നത് നിർത്തിയതും തിരിച്ചടിയായി. രാജ്യത്ത് നിന്ന് കയറ്റി അയക്കുന്ന ബസ്മതി അരിയുടെ 25% ഇറാനിലേക്കും 20% ഇറാഖിലേക്കുമാണ്. ഈ രണ്ട് രാജ്യങ്ങളിലേക്കും മാത്രം പ്രതിവർഷം 16,000 കോടി രൂപയുടെ ബസ്മതി അരിയാണ് ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്നത്. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024-25 ഏപ്രിൽ ജൂലൈ കാലയളവിൽ ഇന്ത്യയുടെ ബസ്മതി അരി കയറ്റുമതി 1.91 ദശലക്ഷം മെട്രിക് ടൺ ആയിരുന്നു. ഇതിൽ 19% കയറ്റുമതിയും ഇറാനിലേക്കാണ്. 2023 മുതൽ 24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് നിന്ന് 5.24 മെട്രിക് ടൺ ബസ്മതി അരിയാണ് കയറ്റി അയച്ചത്. ഇതിൽ ഇറാനിലേക്കുള്ള കയറ്റുമതി 0.67 മെട്രിക് ടൺ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അരി കയറ്റുമതിക്കാരാണ് ഇന്ത്യ. ആഗോള അരി വിപണിയുടെ 35% മുതൽ 40% വരെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയ്ക്കൊപ്പം തന്നെ പാകിസ്ഥാനും അരി കയറ്റുമതിയിൽ സജീവമാണ്. ആഗോള അരി വ്യാപാരത്തിന്റെ 40% ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ബസ്മതി അരി കയറ്റുമതിയുടെ 35% പാകിസ്ഥാനാണ് നിയന്ത്രിക്കുന്നത്. 2022-23 അരി കയറ്റുമതിയിൽ നിന്ന് ഇന്ത്യ $11 ബില്യൺ നേടി. പാകിസ്ഥാൻ $3.9 ബില്യൺ. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.